ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സ്റ്റാൻലി ജോസഫും ബാലേന്ദ്ര മേനോനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ നിന്ന് അവസാനം ബാലേന്ദ്ര മേനോൻ പറയുന്നുണ്ട്, ഞാൻ വൈജയന്തിയുടെ ഭർത്താവാണ് ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സ്റ്റാൻലി ജോസഫിന് പിന്നൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നില്ല. കാരണം സ്റ്റാൻലി ജോസഫ് ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്വന്തം കാമുകിയുടെ ഭർത്താവ് തന്നെ തേടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 23 വർഷങ്ങൾക്ക് ശേഷം തന്നെ തേടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷം ഞാനിവിടെ വന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ്. പക്ഷേ അതിപ്പോൾ വേണ്ട, ഇപ്പോൾ എൻ്റെ മൈൻഡ് ശരിയല്ല. ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുന്നുണ്ട്. ഞാൻ നാളെ വന്ന് നിങ്ങളെ കാണാമെന്ന് പറയും. അങ്ങനെ അദ്ദേഹം പോവുകയാണ്. ആ സമയത്ത് സ്റ്റാൻലിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എന്തിനായിരിക്കും ബാലചന്ദ്ര മേനോൻ തന്നെ കാണാൻ വന്നതെന്ന്. അതിനുശേഷം ഹോട്ടലിൽ വരുന്ന ഗോവർദ്ധനൻ ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ബാലേട്ടൻ എന്താ പുനലൂർക്ക് പോയത്? ആരെ കാണാനാണ് ബാലേട്ടൻ പോയത്? ആരാണ് ഈ സ്റ്റാൻലി ജോസഫ് എന്നൊക്കെ ചോദിക്കുന്നു. ഗോവർദ്ധൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എല്ലാ സത്യവും ബാലചന്ദ്രൻ പറയുകയാണ്. നമ്മൾ പുനലൂർക്ക് പോയി നമ്മൾ കണ്ട സ്റ്റാൻലി ജോസഫ് അലീനയുടെ അച്ഛനാണെന്ന് പറയുന്നു. അലീനയുടെ അച്ഛനോ? അത്രയും സുഖസൗകര്യം താമസിക്കുന്ന അയാളുടെ മകളാണോ അലീന? എന്നിട്ടാണോ ആ കുട്ടി 23 വർഷം അനാഥത്വം തേടി ഒരു ഓർഫനേജിൽ താമസിച്ചെന്ന് നോക്കും. അതെ, അപ്പോൾ അലീനയുടെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് നോക്കും. അത് ഗോവർദ്ധനെ വളരെ അറിയാവുന്ന ഒരാളാണെന്ന് പറയും. എനിക്കറിയാവുന്ന ആളോ? നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണെന്ന് പറയും. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട് എനിക്ക് ഏറ്റവും അറിയാവുന്ന ആരാണ് ബാലേട്ട? അലീനയുടെ അമ്മയെന്ന് ചോദിക്കും. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ്റെ ഭാര്യ വൈജയന്തി എന്ന് പറയും. ഉടനെ ഗോവർദ്ധൻ ഇങ്ങനെ സ്തബ്ധനായി നിൽക്കുകയാണ്. വൈജയിച്ചിയോ? വൈജയിച്ചിയുടെ മകളാണോ അലീന? ഈ സത്യം ചേച്ചിക്ക് അറിയാമെന്ന് നോക്കും. ഇല്ല, വൈജയ്ക്ക് ഒരിക്കലും അറിയത്തില്ല അലീന തൻ്റെ മകളാണെന്ന്. പക്ഷേ അലീനയ്ക്കറിയാം അവളുടെ അമ്മ ആരാണെന്നുള്ളത്. ആരാണെന്ന് അവൾക്ക് അറിയില്ല. ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു. എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഈ ബാലേന്ദ്രനെ ചതിച്ചതായിരുന്നു പറയും. അവളുടെ മനസ്സിൽ അന്നും ഇന്നും ഒരേ ഒരു ആൾ മാത്രമേ ഉണ്ടായിരുന്നു, സ്റ്റാൻലി ജോസഫ്. ഗംഗാധര മേനോൻ്റെ സബോർഡിനേറ്റ് ആയിരുന്ന സ്റ്റാൻലി ജോസഫുമായിട്ട് അവൾ ആഗ്രഹം ഒരുമിച്ച് താമസിക്കുമായിരുന്നു. അയാളിൽ നിന്ന് അവൾ ഗർഭിണിയാവുകയും അതറിഞ്ഞ അവളുടെ വീട്ടുകാർ അവളെ അവിടുന്ന് ബലാത്കാരമായി പിടിച്ചുകൊണ്ട് വന്ന് അതിനുശേഷം പ്രസവമൊക്കെ നടന്നതിന് ശേഷം ആ കുഞ്ഞിനെ അവർ അനാഥ മന്ദിരത്തിൽ ഏൽപ്പിച്ചു. അതിനുശേഷമായിരുന്നു ഞാനും വൈജയന്തിയുമായിട്ടുള്ള വിവാഹം അവർ ആഘോഷമാക്കി നടത്തിയത്. ഇതൊന്നും അറിയാതെ സ്നേഹിച്ച പെണ്ണിനെ, ആഗ്രഹിച്ച പെണ്ണിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് അവളെ സ്വന്തമാക്കിയെന്നുള്ള ഒരു ധാർഷ്ട്യം എനിക്കുണ്ടായിരുന്നു. ഒരു വിഡ്ഢിയായ ഭർത്താവായി ഗോവർദ്ധനൻ ഞാൻ എന്ന് പറഞ്ഞ് വളരെ ഇടറിയ ശബ്ദത്തോടുകൂടി ബാലേന്ദ്രൻ ഗോവർദ്ധനോട് സംസാരിക്കുകയായിരുന്നു. എല്ലാവരും ചേർന്ന് എന്നോട് ചതിക്കുകയായിരുന്നു. താൻ കുറച്ച് മുമ്പ് ഞെട്ടിയ ആ ഒരു ഞെട്ടൽ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞതാണ്. അലീന വൈജയന്തി പ്രസവിച്ച മകളാണെന്നുള്ളത്. ആ സത്യം തേടിയാണ് ഞാൻ ഗംഗാധര മേനോനെ കാണാൻ പോയത്. അയാളിൽ നിന്നാണ് ഞാൻ സ്റ്റാൻലി ജോസഫാണ് അലീനയുടെ അച്ഛൻ എന്ന സത്യം അറിയുന്നത്. പക്ഷേ ഒന്നുണ്ട് ഗോവർദ്ധനൻ, ഞാൻ ഒരിക്കലും അവളെ എൻ്റെ വീട്ടിൽ നിന്ന് അനാഥത്വത്തിലോട്ട് തള്ളിവിടത്തില്ല. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് അവളുടെ അച്ഛനായവനാണ് ഞാൻ. പക്ഷേ അവളെ തിരിച്ച് സുരക്ഷിതമായ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും യാത്ര ചെയ്ത് അവളുടെ യഥാർത്ഥ അച്ഛനെ തേടിയെത്തിയത്. നാളെ ഞാൻ അയാളോട് പറയും, അയാളിൽ വൈജയ്ക്ക് ജനിച്ച മകളാണ് അലീനയെന്നും അവളെ തിരികെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം നാളെ ഞാൻ അദ്ദേഹത്തോട് പറയും. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ് ഗോവർദ്ധൻ എന്ന് പറയും. ഞാനീ പറഞ്ഞ സത്യം ഞാനും താനും അല്ലാതെ മൂന്നാമതൊരാൾ തൻ്റെ വായിൽ നിന്ന് അറിയില്ലെന്ന് പറയും. ഇല്ല ബാലേട്ട, ഞാൻ ഒരിക്കലും ഈ സത്യം പുറത്ത് പറയത്തില്ലെന്ന് പറയും. അങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുന്ന ബാലേന്ദ്രനെ ഗോവർദ്ധനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം രാവിലെ തന്നെ സ്റ്റാൻലിയെ കാണാനായിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, വരൂ മിസ്റ്റർ മേനോൻ എന്ന് പറയും. മിസ്റ്റർ മേനോൻ, നിങ്ങൾ വൈജയന്തിയുടെ ഭർത്താവാണെന്നറിയാതെയാണ് 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്, നിങ്ങൾ ഈ പറഞ്ഞ കഥകളെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അന്വേഷിച്ച് വരുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് പോയതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഞാൻ കൊട്ടാരമുറ്റത്തിൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിൽ നിൽക്കുന്നതെന്ന് പറയും. മനസ്സിലായില്ലെന്ന് പറയും. മനസ്സിലാക്കിത്തരാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളോട് വളരെ പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വന്നതെന്നുള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു അനാഥ പെൺകുട്ടി വന്നിരുന്നു വൈജയുടെ അമ്മയെ നോക്കാൻ. എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈജയുടെ വീട്ടിൽ, കൈതക്കൽ മാളിക വീട്ടിൽ. അവളുടെ അമ്മയെ പരിചരിക്കാനായിട്ട്
അവളുടെ അച്ഛൻ കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ ത്യാഗഭവനത്തിൽ പോയൊരു കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു, അലീന. അവളുടെ അമ്മയെ നോക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നതാണ്. പക്ഷെ കുറച്ച് നാളെ അവിടെ നിന്നോളൂ. അതിനുശേഷം അമ്മയും അലീനയും ഞങ്ങളുടെ വീട്ടിലോട്ടായിരുന്നു. അമ്മയെ അങ്ങോട്ടാക്കിയതിന് ശേഷം അമ്മയെ ഞങ്ങളാണ് നോക്കിയത്. അവിടെ വെച്ചാണ് അലീനയുടെ ജന്മരഹസ്യം ഞാൻ അറിയുന്നത്. ആ അന്വേഷണമാണ് എന്നെ നിങ്ങളുടെ സുപ്പീരിയറായിരുന്ന ഗംഗാധര മേനോൻ്റെ അടുത്തെത്തിച്ചത്. അയാളിൽ നിന്നാണ് ഞാൻ അറിയുന്നത് വിവാഹത്തിന് മുമ്പ് സ്വന്തം സഹോദരി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച കാര്യം അറിയുന്നത്. ആ കുഞ്ഞ് എവിടെയാണെന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ആ കുഞ്ഞൊരു അനാഥ മന്ദിരത്തിൽ അവതരിപ്പിച്ചിരിക്കുകയെന്നായിരുന്നു. പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല. അതിനുശേഷം എൻ്റെ ചോദ്യങ്ങൾക്ക് ശേഷമാണ് അവർ തൻ്റെ സബോർഡിനേറ്റായിരുന്ന കൊട്ടാരമറ്റത്തിൽ അവധക്കുട്ടിയുടെ മകൻ സ്റ്റാൻലി ജോസഫാണ് വൈജയന്തിയുടെ ഭർത്താവെന്നുള്ള കാര്യം പറയുന്നത്. ആ അന്വേഷണമാണ് ഇപ്പോൾ താങ്കളും ഞാനും തമ്മിൽ ഇവിടെ സംസാരിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല. ഇപ്പോൾ ആ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിലുണ്ട്. പക്ഷേ ആ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നാണ് വൈജ പറയുന്നത്. സ്വന്തം അമ്മയ്ക്കറിയില്ല അവളുടെ മുമ്പിൽ നിൽക്കുന്നത് അവളുടെ സ്വന്തം മകളാണെന്നുള്ളത്. പക്ഷേ ഇറക്കി വിടുന്ന അവളെ സ്വന്തം അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവളുടെ അച്ഛൻ മറ്റാരും ആയിരുന്നില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്റ്റാൻലി ജോസഫാണ് ഞാൻ പറഞ്ഞ അലീന എന്ന കുട്ടിയുടെ അച്ഛൻ. നിങ്ങളുടെ മകളെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. ഇത് കേൾക്കുന്ന സ്റ്റാൻലി ജോസഫ് ഷോക്കടിച്ചാണ് ഞാൻ നിൽക്കുകയാണ്. എൻ്റെ മകളോ? അതെ, 23 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഭാര്യയായിരുന്ന വൈജയന്തിയുടെ സഹോദരന്മാരെല്ലാവരും ചേർന്ന് ആ ജനിച്ച പെൺകുഞ്ഞിനെ ഒരു ത്യാഗഭവനമെന്ന് പറഞ്ഞ ഒരു അനാഥ മന്ദിരത്തിൽ ഏൽപ്പിച്ചിരുന്നു. അവിടുന്ന് അവർ കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണ് അലീന. അവളാണ് നിങ്ങളുടെ മകൾ. ജന്മം കൊണ്ടല്ലെങ്കിൽ കർമ്മം കൊണ്ട് അവളുടെ അച്ഛനായവനാണ് ഞാൻ. പക്ഷേ അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ അവൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകണമെന്ന് തന്നെ തീരുമാനിച്ച് നിൽക്കുകയാണ്. പക്ഷേ അവളെ ഒരിക്കലും തെരുവിലോട്ട് ഇറക്കി വിടാൻ കഴിയാത്തത് കൊണ്ട് അവളുടെ സ്വന്തം അച്ഛനെ തേടി ഞാൻ വന്നത്. അവളെ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് സ്റ്റാൻലി ജോസഫിന് പിന്നെ ഒന്നും പറയാൻ പറ്റുമായിരുന്ന ബാലേന്ദ്രൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിശബ്ദനായി നിൽക്കാൻ മാത്രമേ സ്റ്റാൻലിക്ക് ആവുമായിരുന്നുള്ളൂ. അങ്ങനെ സ്റ്റാൻലി അറിയുന്നുണ്ട് തനിക്ക് വൈജയന്തിയിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്നും 23 വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിനെ കാണാനായിട്ട് നിൽക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.